ഹായ്. നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൂടി കടന്നു പോകുമ്പോൾ മേ ബി ഒരുപക്ഷെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും സംസാരിച്ച് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. അല്ലേ, ഇതിൽ നിന്ന് പുറത്ത് എങ്ങനെയും വരണം. ഫിനാൻഷ്യലായിട്ട് വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക, കടത്തിൽ പെട്ടിരിക്കുക, എങ്ങനെയും പുറത്ത് വരണം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നത്തിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടിരിക്കുക, എങ്ങനെയും പുറത്ത് വരണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എത്രയും വേഗം ആരോടൊന്നില്ലാതെ കാണുന്ന നമുക്ക് പരിചയമുള്ള നമുക്കൊരു ഹെൽപ്പ് കിട്ടും തോന്നുന്ന ആളുകളോടൊക്കെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹെൽപ്പ് ചോദിക്കാതിരിക്കരുത്, ഹെൽപ്പ് ചോദിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്ന വ്യക്തി നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആളാണ്, അതേപോലെ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്, അതുപോലെ എത്രത്തോളം അയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും പോയി ഹെൽപ്പ് ചോദിക്കുകയും ഒരുപാട് പേര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ജഡ്ജ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ഒരുപാട് ഹോപ്പ്ലെസ് ആവുന്നൊരു സിറ്റുവേഷൻ കടന്നു പോകാം. നമുക്കൊരു സ്റ്റോറി ഉണ്ട്. അതായത് ബൈബിളിലൊരു സ്റ്റോറിയാണ്. അതായത് ഒരാൾ വഴിയരികിൽ വളരെ അവശനായിട്ട് കള്ളന്മാരെല്ലാം ഉപദ്രവിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ വഴി കൂടി ഒരു പുരോഹിതൻ നടന്നു പോകും. ആ പുരോഹിതൻ ഇയാളെ കണ്ടിട്ട് ഇയാൾ അവശനാണ്, അടികൊണ്ട് കിടക്കുക, അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഒരു പുരോഹിതൻ. പക്ഷേ പുരോഹിതൻ അയാളെ ഹെൽപ്പ് ചെയ്യാതെ നടന്നു പോകും. അതുപോലെ ഒരു ലേവായൻ എന്ന് പറഞ്ഞാലും ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. ആളും ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാതെ കടന്നു പോകും. പിന്നെ അതേ വഴി കൂടി പോകുന്ന ഒരു സമരിയാക്കാരനാണ്. സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പിരിച്വൽ പോസ്റ്റിലൊന്നും ഇരിക്കുന്ന ആളല്ല, വളരെ സാധാരണക്കാരനാണ്. അപ്പോൾ അയാളാണ് വന്നിട്ട് ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മളും സീക്ക് ചെയ്യുന്നത് ഒരു പുരോഹിതനോ ലേവായനോ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിഗേഴ്സ് ചിലപ്പോൾ വലിയ വലിയ ഫിഗേഴ്സ് ആയിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ വ്യക്തിയുടെ റാപ്പോ എങ്ങനെയാണ്, അയാൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടോ. ഈ 3 കാര്യങ്ങളും നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ആണ് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ക്രിറ്റിസിസംസ്, അതേപോലെ എന്താ പറയുക, അവഗണനകൾ, അല്ലെങ്കിൽ ആ ഹെൽപ്പ് കിട്ടുന്നതിൽ നിന്ന് തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ആ സമരിയക്കാരൻ ആ ഒരു അടിപ്പെട്ടി കിടന്ന മനുഷ്യനെ എത്രയും വേഗം സഹായിച്ചതുപോലെ കറക്റ്റായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കും വേഗം ഹെൽപ്പ് ലഭിക്കാനും നമ്മുടെ ഇഷ്യൂവിൽ നിന്ന് വേഗം പുറത്ത് കിടക്കാനുള്ളൊരു സ്കോപ്പ്, അല്ലെങ്കിൽ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നമുക്ക് ലഭിക്കാനായിട്ടും ഇടയാവുന്നതാണ്. സോ സീക്ക് ദ റൈറ്റ് പേഴ്സൺ വെൻ യു ആർ സീക്കിംഗ് എ ഹെൽപ്പ് ടു കം ഔട്ട് ഓഫ് ദ ട്രബിൾ ഇൻ യുവർ ലൈഫ്. താങ്ക് യു.